ഹായ് എവരിവൺ, ദിസ് ഇസ് GB Sebastian ആൻഡ് വെൽക്കം ടു GB's ക്ലാസ്സസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 4ാമത്തെ ചാപ്റ്ററാണ് നോക്കുന്നത്. 4ാമത്തെ ചാപ്റ്ററിലെ 2ാമത്തെ പാർട്ട് 2. ഇതിന് മുമ്പുള്ള ഒരു പാർട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്, മുഗൾസ് ആരാന്നുള്ളത്. അത് കാണാത്തവരത് കാണണം. ഈ ചാപ്റ്ററിൻ്റെ പേര് ദ മുഗൾ എംപയർ എന്നാണ്. മുഗൾ എംപയറിനെ കുറിച്ചാണ്. ഇപ്പോൾ ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുഗൾ മിലിറ്ററി ക്യാമ്പയിൻസിനെ കുറിച്ചാണ്. അവർ ആരെയൊക്കെ ആക്രമിച്ചു, ആരെയൊക്കെ പിടിച്ചടക്കി, ഏതൊക്കെ സ്ഥലങ്ങൾ പിടിച്ചടക്കി, അതിനെക്കുറിച്ചൊക്കെ അവർ മെയിനായിട്ടുള്ള റൂളേഴ്സ് ആരൊക്കെ ആയിരുന്നു, അതിനെക്കുറിച്ചൊക്കെയാണ് ഈ മുഗൾസിൻ്റെ മൊത്തം മിലിറ്ററി ക്യാമ്പയിൻസിനെ കുറിച്ച്. അവരെവിടെയൊക്കെ യുദ്ധം ചെയ്തു, അതിനെക്കുറിച്ചൊക്കെ അവരെങ്ങനെ അവരുടെ എംപയർ വികസിപ്പിച്ചു, ഏതൊക്കെ റൂളറാണ് എംപയർ വികസിപ്പിച്ചത്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഈ 2ാമത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. മുഗൾ മിലിറ്ററി ക്യാമ്പയിൻസ്. ബാബർ, ദ ഫസ്റ്റ് മുഗൾ എംപറർ. ബാബറാണ് ദ ഫസ്റ്റ് മുഗൾ എംപറർ. ഏറ്റവും ആദ്യത്തെ മുഗൾ എംപററാണ് ഈ ബാബർ. 1526 to 1530, ഈ 4 വർഷമാണ് ഈ ബാബർ ഭരിച്ചിട്ടുള്ളത്. സക്സീഡഡ് ടു ത്രോൺ ഓഫ് ഫെർഗാന. അഫ്ഗാനിസ്ഥാൻ്റെ ആ സൈഡിലുള്ള ഒരു സ്ഥലമാണ് ഫെർഗാന. സക്സീഡഡ് ടു ദ ത്രോൺ ഓഫ് ഫെർഗാന ഇൻ 1494 വെൻ ഹി വാസ് ഓൺലി 12 years old. അതായത് ഒരു 12 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ബാബറിന് ആ സമയത്ത്, ഫെർഗാനേൻ്റെ രാജാവായ സമയത്ത്. അത് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു സ്ഥാനമായിരുന്നു. സക്സീഡഡ് ടു ദ ത്രോൺ ഓഫ് ഫെർഗാന ഇൻ 1494, 1494. അപ്പോൾ വെറും 12 വയസ്സുള്ളപ്പോൾ ആ ഫെർഗാനയിലെ കിരീടാവകാശിയായി ഈ ബാബർ. ഹി വാസ് ഫോഴ്സ്ഡ് ടു ലീവ് ഹിസ് ആൻസെസ്ട്രൽ ത്രോൺ ഡ്യൂ ടു ഇൻവേഷൻ ഓഫ് അനദർ മംഗോൾ ഗ്രൂപ്പ്, ദി ഉസ്ബെക്കിസ്ഥാൻ. അത് ആ സ്ഥലത്ത് തന്നെ, ആ ഏരിയയിലുള്ള വേറൊരു മംഗോൾ ഗ്രൂപ്പാണ്. മംഗോൾസിൻ്റെ വേറൊരു ഗ്രൂപ്പ് ഉസ്ബെക്സ്. അപ്പോൾ അവർ വന്ന് അറ്റാക്ക് ചെയ്തിട്ട് ഈ 12 വയസ്സുള്ള ആ സമയത്ത് കിട്ടിയ ആ രാജാവായ ആ രാജസിംഹാസനം ഒഴിയേണ്ടി വന്നു. അവിടെ നിന്ന് അതായത് അത് ലീവ് ചെയ്യേണ്ടി വന്നു, അത് വിട്ടുകൊടുക്കേണ്ടി വന്നു. ഹി വാസ് he was made to leave his ancestral throne. ആൻസെസ്ട്രൽ എന്ന് പറഞ്ഞാൽ അവരുടെ പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു ത്രോണായിരുന്നു, കിരീടമായിരുന്നു, അത് രാജാവായതായിരുന്നു. ഡ്യൂ ടു ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ഫ്രം അനദർ മംഗോൾ ഗ്രൂപ്പ്, വേറൊരു മംഗോൾ ഗ്രൂപ്പായ ഇവരൊരു മംഗോൾ ഗ്രൂപ്പ് തന്നെയാണ്. മുഗൾസ് ഒരു മംഗോൾസിൻ്റെ തന്നെ ഗ്രൂപ്പാണ്. വേറൊരു മംഗോൾ ഗ്രൂപ്പായ ഉസ്ബെക്സ് അവർ അറ്റാക്ക് അവർ ഇൻവേഡ് ചെയ്തപ്പോൾ ഈ ബാബറിന് ആ കിരീടം അതല്ലെങ്കിൽ ആ ഒരു ഇത് ഒഴിയേണ്ടി വന്നു. രാജാവിൽ നിന്ന് പുറന്തള്ളി, അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ടു, അല്ലെങ്കിൽ അവർ അറ്റാക്ക് ചെയ്തു, പിടിച്ചടക്കി. ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് വാണ്ടറിങ് ഹി സീസ്ഡ് കാബൂൾ അഫ്ഗാനിസ്ഥാനിലെ സ്ഥലമാണ്. ഇതെല്ലാം നമ്മുടെ ഇന്ത്യൻ്റെ പാകിസ്ഥാൻ അപ്പുറം കഴിഞ്ഞിട്ട് അങ്ങോട്ടുള്ള മിഡിൽ ഈസ്റ്റ് ആ അങ്ങോട്ടുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് വാണ്ടറിങ് ഹി സീസ്ഡ് കാബൂൾ. അഫ്ഗാനിസ്ഥാനിലെ കാബൂൾ 1504 ഒരുപാട് കാലം ഇവിടുന്ന് ഈ ഉസ്ബെക്സ് വന്ന് അവരുടെ രാജ്യം നഷ്ടമായി കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരുപാട് കാലം അവിടെ എവിടെ അലഞ്ഞു തിരിഞ്ഞു. ആഫ്റ്റർ ഇയേഴ്സ് ഓഫ് വാണ്ടറിങ് അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു തിരിഞ്ഞ് ഹി സീസ്ഡ് ഒന്ന് കൺട്രോൾ ചെയ്തു, അല്ലെങ്കിൽ പിടിച്ചെടുത്തു കാബൂളിനെ പിടിച്ചെടുത്തു. 1504 കാബൂൾ പിടിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് 1526 ഹി ഡിഫീറ്റഡ് സുൽത്താൻ ഓഫ് ഡൽഹിയിലെ ഒരു സുൽത്താൻ, ലാസ്റ്റത്തെ സുൽത്താനായിരുന്നു. ലോധി ഡൈനാസ്റ്റി ആയിരുന്നു ഏറ്റവും ലാസ്റ്റ്. നമ്മൾ ഇതിനു മുമ്പുള്ള ചാപ്റ്ററിൽ നോക്കി. അപ്പോൾ ഈ ഇബ്രാഹിം ലോധി ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്ന ഡൽഹി സുൽത്താൻസിലെ റൂളർ. അപ്പോൾ ആ ദില്ലി സുൽത്താൻ, അതായത് ഇബ്രാഹിം ലോധീനെ പാനിപ്പട്ട് ഇപ്പോഴും ഈ ഹരിയാനയിലൊരു സ്ഥലമാണ്. പാനിപ്പട്ട് എന്ന് പറഞ്ഞാൽ സമതലമായ ഒരു ബാറ്റിൽ ഫീൽഡാണത്. അപ്പോൾ അവിടെയാണ് സാധാരണ യുദ്ധങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ ബാറ്റിൽ ഓഫ് പാനിപ്പത്തിൽ വെച്ച് അവരെ ഇബ്രാഹിം ലോധിയെ ഡൽഹിയിലെ സുൽത്താനായിരുന്ന അവസാനത്തെ സുൽത്താനായിരുന്ന ഇബ്രാഹിം ലോധീനെ
കീഴ്പ്പെടുത്തി അല്ലെങ്കിൽ ഡിഫീറ്റ് ചെയ്തു. ആൻഡ് ക്യാപ്ചേർഡ് ഡൽഹി ആൻഡ് ആഗ്ര. ഡൽഹി ആഗ്രയൊക്കെ അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഡൽഹിയിൽ നിന്ന് ആഗ്രയിലോട്ട് ഏകദേശം ട്രെയിനിനോ ബസ്സിനൊക്കെ ആണെങ്കിൽ 4-5 മണിക്കൂറിൻ്റെ യാത്രയേ ഉള്ളൂ. ഇപ്പോൾ അത് അത്രയും പോലും ഇല്ല. അപ്പോൾ ഡൽഹിയും ആഗ്രയൊക്കെ പിടിച്ചെടുത്തു. എവിടെ നിന്ന്? ഇബ്രാഹിം ലോധി. അപ്പോൾ അങ്ങനെയാണ് ഈ ബാബർ മുഗൾ എംപയർ ഈ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ഒരു മുഗൾ എംപയർ തുടങ്ങുന്നത്. ഈ ബാബർ തന്നെയാണ് ഫസ്റ്റ് മുഗൾ എംപറർ. 1526 ഇവരെ ഡിഫീറ്റ് ചെയ്താണ് ആ ബാബർ ഭരണത്തിൽ വരുന്നത്. അപ്പോൾ ഇത് ബാബറിൻ്റെ ആർമിയാണ്. അതിൽ ആനകളും കുതിരകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവർ ഒരു യുദ്ധം ചെയ്യുന്നതിൻ്റെ മറ്റേ ഓപ്പോസിഷനായിട്ട് യുദ്ധം ചെയ്യുന്നതിൻ്റെ ഒരു പിക്ചറാണിത്. അതായത് മുഗൾ ആർമി ഓൺ ക്യാമ്പയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചടക്കാൻ, അതായത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഒരു മുഗൾ ആർമി യുദ്ധം ചെയ്യുന്നതിൻ്റെ ഒരു പടമാണത്, പിക്ചറാണത്. ഇത് മുഗൾ ആർമീൻ്റെ ഈ പീരങ്കികളൊക്കെ ഉണ്ടായിരുന്നു, കാനൻസ്. അപ്പോൾ കാനൻസൊക്കെ ഒരുപാട് 15th സെഞ്ച്വറിയിലാണ് ഈ കാനൻസ് വാറിൽ യുദ്ധങ്ങളിൽ കാനൻസ് അല്ലെങ്കിൽ പീരങ്കികൾ ഉപയോഗിച്ച് തുടങ്ങിയത്. ഈ മുഗൾസിൻ്റെ കയ്യിൽ പീരങ്കി ഉണ്ടായിരുന്നു. പീരങ്കി മറ്റുള്ള ഓപ്പോസിഷൻ ആയിട്ടുള്ള എതിരാളികളെ തോൽപ്പിക്കാനായിട്ട്, ഡിഫീറ്റ് ചെയ്യാനായിട്ട് പീരങ്കികളൊക്കെ ഇവർ ഉപയോഗിച്ചിരുന്നു. Cannons were an important addition in 16th century warfare. 16th സെഞ്ച്വറിയിലെ യുദ്ധങ്ങളിൽ ഒരു ഇമ്പോർട്ടൻ്റ് അഡീഷൻ ആയിരുന്നു, ഒരു ഇമ്പോർട്ടൻ്റ് ഇൻക്ലൂഷൻ ആയിരുന്നു കാനൻസ്, പീരങ്കികൾ. ബാബർ യൂസ് ദം ഇഫക്റ്റീവ്ലി ഇൻ ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. പാനിപ്പട്ടിലെ ആ യുദ്ധത്തിൽ ബാബർ വളരെ ഇഫക്റ്റീവ്ലി, വളരെ നന്നായിട്ട് ഈ കാനൻസിനെ ഉപയോഗിച്ചു. അങ്ങനെയാണ് ഈ ഇബ്രാഹിം ലോധി ദില്ലി സുൽത്താനിലെ ലാസ്റ്റ് സുൽത്താനെ ഡിഫീറ്റ് ചെയ്ത് ഡൽഹി പിടിച്ചെടുത്തത്. ടേബിൾ 1 ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ടേബിൾ 1 ചാർട്ട്സ് സം ഓഫ് ദ മേജർ ക്യാമ്പയിൻസ് ഓഫ് ദ മുഗൾസ്. കുറച്ച് മേജർ ക്യാമ്പയിൻസിന്, അവരെ കുറച്ച് യുദ്ധങ്ങളെ കുറിച്ചാണ്, അവർ ആരെയൊക്കെ പിടിച്ചെടുത്തു എന്നുള്ളതാണ് ഈ ഒരു ടേബിൾ 1. പല റൂളേഴ്സും, മുഗൾസിൻ്റെ പല റൂളേഴ്സും അവർ എവിടെയൊക്കെ പിടിച്ചെടുത്തു, എന്തൊക്കെ പിടിച്ചെടുത്തു എന്നാണ് ഈ ടേബിൾ 1 നോക്കുന്നത്. എല്ലാം ഓർത്ത് വയ്ക്കൽ ബുദ്ധിമുട്ടായിരിക്കും. അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് എല്ലാം ഒന്ന് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കാം. സ്റ്റഡി ഇറ്റ് കെയർഫുള്ളി, നന്നായി ഒന്ന് വായിച്ചിട്ട്, ആൻഡ് സീ ഇഫ് യു ക്യാൻ നോട്ടീസ് എനി ലോങ് ടേം പാറ്റേൺസ്, എന്തെങ്കിലും ഒരു ലോങ് ടേം പാറ്റേൺസ് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് കെയർഫുള്ളി വായിച്ച് നോക്കിയിട്ട് ഒന്ന് നോക്കുക. അതായത് എന്തെങ്കിലും ഒരു ലോങ് പാറ്റേൺ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇപ്പോൾ ഈ ടേബിൾ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആയിട്ട് ഒരു സാമ്യത, ഒരു സിമിലാരിറ്റി ഇതിൽ കാണുന്നുണ്ടാവും. പിന്നെ യു വിൽ നോട്ടീസ് ഫോർ എക്സാമ്പിൾ ദാറ്റ് അഫ്ഗാൻസ് വെർ എൻ ഇമ്മീഡിയറ്റ് ത്രെറ്റ് ടു മുഗൾ അതോറിറ്റി. മുഗൾ അതോറിറ്റിയിൽ അഫ്ഗാനിലെ റൂളേഴ്സ്, അവിടെയുള്ള റൂളേഴ്സായിരുന്നു ഈ മുഗൾ അതോറിറ്റിക്ക്, മുഗൾ എംപറേഴ്സിന് ഒരു ഇമ്മീഡിയറ്റ് ത്രെട്ടായിട്ട് കാണുന്നത്. അതും ഈ ടേബിൾ നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ആ ടേബിൾ എന്താണെന്ന് നോക്കാം. അതിന് മുമ്പ് നോട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മുഗൾസ് ആൻഡ് ദ അഹോംസ്. മുഗൾസും അഹോംസും തമ്മിൽ, അഹോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് സൈഡിലുള്ള ഒരു റൂളേഴ്സായിരുന്നു. അഹോംസ് ഒരു ഗ്രൂപ്പായിരുന്നു. അവരും ഈ മുഗൾസും തമ്മിൽ എപ്പോഴും യുദ്ധവും എപ്പോഴും ഫൈറ്റൊക്കെയാണ്. പിന്നെ അതിൽ നമ്മൾ ചാപ്റ്റർ 7 ഇതിനേക്കാൾ അതിൽ കുറച്ചും കൂടി കൂടുതലായിട്ട് പഠിക്കും. ആൻഡ് ദ സിഖ് റൂളർ, സിഖ് എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചാബ് ആ സൈഡിലുള്ള റൂളേഴ്സാണ്, ഗ്രൂപ്പാണ് സിഖ്. അത് നമ്മൾ ചാപ്റ്റർ 8ലും 10ലും ഒക്കെ നോക്കുന്നുണ്ട്. ആൻഡ് മാർവാർ, അത് നമ്മുടെ മറാഠ സൈഡിലൊക്കെയുള്ള, മഹാരാഷ്ട്ര സൈഡിലൊക്കെയുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ഹൗ വാസ് ഹുമയൂൺസ് റിലേഷൻഷിപ്പ് വിത്ത് സഫവിദ് ഇറാൻ. സഫാവിദ് ഒരു ഡൈനാസ്റ്റി, ഇറാൻ ആ സ്ഥലത്തുള്ള ഡൈനാസ്റ്റിയാണ്, അവിടുത്തുള്ള റൂളേഴ്സായിരുന്നു. അപ്പോൾ അവരുമായിട്ട് ഈ ഹുമയൂണിൻ്റെ റിലേഷൻഷിപ്പ് എങ്ങനെയായിരുന്നു അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആ ടേബിളിൽ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ഫ്രം അക്ബറിൽ നിന്ന് വളരെ വ്യത്യാസമായിരുന്നു ഈ ഹുമയൂണിൻ്റെ അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ്.
did the annexure of Golconda and Bijapur in Aurangzeb's reign and hostilities in the Deccan. ഡെക്കാൻ എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ മഹാരാഷ്ട്രയുടെയും ഒക്കെ ആ പാർട്ടാണ് ഡെക്കാൻ പ്ലാറ്റോ ഉള്ള ആ സ്ഥലം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ശത്രുതകൾ ഈ ബീജാപ്പൂറും ഗോൽക്കൊണ്ടയും ഒക്കെ ഔറംഗസീബ് പിടിച്ചെടുത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ശത്രുതകളെല്ലാം അവരുടെ മാറിയോ എന്നൊക്കെയാണ് നമ്മളോട് ഈ ടേബിളിലൂടെ നോക്കാൻ പറയുന്നത്. നമുക്ക് എന്താ ടേബിൾ ആദ്യം നോക്കാം. ദ ടേബിൾ 1, മുഗൾ എംപറേഴ്സിൻ്റെ കുറിച്ചാണ് ഈ ടേബിൾ 1-ൽ പറയുന്നത്. മേജർ ക്യാമ്പയിൻസ് ആൻഡ് ഈവൻറ്റ്സ്, മെയിനായിട്ടുള്ള അവരുടെ ക്യാമ്പയിൻസും മെയിനായിട്ടുള്ള അവരുടെ യുദ്ധങ്ങളും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈവൻറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ബാബർ ഏറ്റവും ആദ്യത്തെ റൂളറാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ബാബർ എപ്പോഴാണ് വന്നത്? ഇബ്രാഹിം ലോധീനെ ഡിഫീറ്റ് ചെയ്തത് 1526 അപ്പോൾ 1526 മുതൽ 1530 വരെ ഈ ഒരു 4 വർഷമാണ് ഈ ബാബർ ഭരിച്ചിട്ടുള്ളത്, മുഗൾ എംപറർ ആയിരുന്നത്. അപ്പോൾ 1526 ബാബർ ആരെ ഡിഫീറ്റ് ചെയ്തത്? ഡിഫീറ്റഡ് ഇബ്രാഹിം ലോധി, നമ്മൾ ഓൾറെഡി പഠിച്ചു. ആൻഡ് ഹിസ് അഫ്ഗാൻ സപ്പോർട്ടേഴ്സ് അറ്റ് പാനിപ്പട്ട്. ഈ ഇബ്രാഹിം ലോധിയെയും അയാളുടെ അഫ്ഗാനിസ്ഥാനിലെ സപ്പോർട്ടേഴ്സിനെയും പാനിപ്പറ്റിൽ വെച്ചിട്ട് 1526 ബാബർ തോൽപ്പിച്ചു. അങ്ങനെയാണ് അവിടുത്തെ ഈ മുഗൾ എംപറർ തുടങ്ങുന്നത് നമ്മുടെ ഇന്ത്യയിൽ, സബ് കോണ്ടിനെൻറ്റിൽ. 1527 അടുത്ത വർഷം ഹി ഡിഫീറ്റഡ് റാണ സാംഗ, രാജ്പൂത്ത് റൂളർ ആൻഡ് അലൈസ് ഇൻ ഖാനുവ എന്ന് പറഞ്ഞ സ്ഥലത്ത് റാണ സാംഗ, അതായത് ഒരു രാജ്പൂത്ത് റൂളർ, അവരെയും തോൽപ്പിച്ചു. ഡൽഹിക്ക് അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെയാണ്, അത് രാജസ്ഥാൻ ആ ഭാഗത്തൊക്കെയുള്ള. അപ്പോൾ രാജ്പൂത്ത് റൂളേഴ്സിനെയും അവരെയും തോൽപ്പിച്ചു. ഈ റാണ സാംഗ അയാളെ തോൽപ്പിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത വർഷം 1528 ഡിഫീറ്റഡ് രാജ്പൂത്ത് അറ്റ് ചന്ദേരി എന്ന സ്ഥലത്ത് പിന്നെയും രാജ്പൂത്ത് റൂളേഴ്സിനെ തോൽപ്പിച്ചു. ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് കൺട്രോൾ ഓവർ ആഗ്ര ആൻഡ് ഡൽഹി ബിഫോർ ഹിസ് ഡെത്ത്. അയാൾ മരിക്കുന്നതിന് മുമ്പ്, ഈ ബാബറിൻ്റെ മരണത്തിന് മുമ്പ് തന്നെ ബാബർ ഡൽഹിയും ആഗ്രയും ആ സ്ഥലത്തുള്ള അതിൻ്റെ അടുത്തുള്ള ഡൽഹിക്ക് അടുത്തുള്ള ആ സ്ഥലങ്ങളെല്ലാം പിടിച്ചെടുത്തു. അതായത് റാണ സാംഗേനെയും പിന്നെ രാജ്പൂത്ത് റൂളേഴ്സിനെയും ഒക്കെ ചന്ദേരിയിലും ഖാനുവായിലും ഒക്കെ തോൽപ്പിച്ച് ആ ഡൽഹിയും ആഗ്രയും, അത് ഒരുപാട് ദൂരമൊന്നുമില്ല, ആ ഡൽഹി ആഗ്രയിലുള്ള ആ സ്ഥലത്തുള്ള അവിടെയൊക്കെ ഇയാൾ കൺട്രോൾ ആക്കി, അയാളുടെ കീഴിലാക്കി. ഇതാണ് ബാബറിൻ്റെ ഒരു ചിത്രമാണത്. അടുത്തതെന്ന് പറഞ്ഞാൽ ബാബറിൻ്റെ കഴിഞ്ഞു വന്നതാണ് ഹുമയൂൺ. ബാബറിൻ്റെ മകനാണ് ഹുമയൂൺ. അപ്പോൾ ഹുമയൂൺ 1530 തൊട്ട് 1540 വരെ ഭരിച്ചു. അത് കഴിഞ്ഞിട്ട് 1555 തൊട്ടിട്ട് 1556 ആ ഒരു വർഷം കൂടി ഭരിച്ചു. ആദ്യം 1530 തൊട്ട് 1540 ഒരു 10 വർഷം. അത് കഴിഞ്ഞിട്ട് ഒരാളായിട്ട് തോൽക്കുന്നുണ്ട്. ആരാണെന്ന് നമുക്ക് നോക്കാം. ഷേർഖാൻ എന്ന് പറഞ്ഞ ഒരാളെ ആയിട്ടാണ് തോൽക്കുന്നത്. അപ്പോൾ 1530 തൊട്ട് 1540 വരെ ഭരിച്ചു ഒരു 10 വർഷത്തോളം. അത് കഴിഞ്ഞിട്ട് രാജ്യം നഷ്ടമായി. എന്നിട്ട് പിന്നെയും തിരിച്ചു പിടിക്കുന്നുണ്ട്. അയാളിൽ നിന്ന് തന്നെ അത് തോൽപ്പിച്ച് പിന്നെയും തിരിച്ചു പിടിക്കുന്നു. ഒരു വർഷം പിന്നെയും ഭരിക്കുന്നു. പക്ഷേ ഒരു ആക്സിഡൻറ്റിൽ മരിക്കുകയാണ് ഹുമയൂൺ ചെയ്യുന്നത്. അപ്പോൾ ഹുമയൂൺ ഡിവൈഡഡ് ഹിസ് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനിൽ നിന്ന് കിട്ടിയ, അതായത് ഇതിനു മുമ്പുള്ള നമ്മുടെ ബാബറിൽ നിന്ന് കിട്ടിയ ആ രാജ്യം, അതാണ് ഇൻഹെറിറ്റൻസ്. അതായത് അച്ഛനിൽ നിന്ന് കിട്ടിയ ആ രാജ്യം എന്ത് ചെയ്തു? അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ഹിസ് ഫാദർ, അതായത് ഹുമയൂണിൻ്റെ അച്ഛൻ്റെ വിൽ പ്രകാരം, അച്ഛൻ്റെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ആ രാജ്യത്തെ കിട്ടിയ രാജ്യത്തെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു ബ്രദേഴ്സിൽ, അയാളുടെ ബ്രദേഴ്സിന്, അതായത് ഇയാളുടെ സഹോദരന്മാർക്കും കൂടെ രാജ്യം പങ്കിട്ട് കൊടുത്തു. ഓരോരുത്തർക്കും ഓരോ പ്രോവിൻസ്, ഓരോരോ ഏരിയ ആയിട്ട് പങ്കിട്ട് കൊടുത്തു ഹുമയൂൺ. അപ്പോൾ ഹിസ് ബ്രദേഴ്സ് വേർ ഈച്ച് ഗിവൺ എ പ്രോവിൻസ്, ഓരോരുത്തർക്കും ഓരോരോ പ്രോവിൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ബ്രദേഴ്സ് ഉണ്ടായിരുന്നവർക്ക് എല്ലാവരും ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അതായിരുന്നു ബാബറിൻ്റെ, അതായത് ഈ ഹുമയൂണിൻ്റെ അച്ഛൻ്റെ ആഗ്രഹം. അതനുസരിച്ചാണ് അങ്ങനെ ചെയ്തത്. ദ അംബിഷൻസ് ഓഫ് ഹിസ് ബ്രദർ മിർസ കമ്രാൻ എന്ന് പറഞ്ഞ ഒരു ബ്രദർ വീക്കെൻഡ് ഹുമയൂൺസ് കോസ് അഗെയിൻസ്റ്റ്
അഫ്ഗാൻ കോമ്പറ്റേറ്റേഴ്സ്. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള കോമ്പറ്റീഷൻ വളരെ കൂടുതലായിരുന്നു. അഫ്ഗാനിസ്ഥാനിലുള്ള റൂളേഴ്സ് ഇവരെ അറ്റാക്ക് ചെയ്യാൻ പിന്നെയും അതായത് നമ്മുടെ ഇന്ത്യ സബ് കോണ്ടിനെൻറ്റിൽ ഒരു സൈഡ്, മുകളിലുള്ള സൈഡ് മൊത്തം ഹിമാലയ ആയതുകൊണ്ട് ആ വഴിക്ക് അറ്റാക്ക് ചെയ്ത് നടക്കില്ല. പിന്നെ ബാക്കി താഴെയുള്ള സ്ഥലങ്ങൾ മൊത്തം എന്താണ്, വെള്ളത്താൽ ചുറ്റപ്പെട്ട കിടക്കുന്നത്. അപ്പോൾ നേവിയൊന്നും അത്ര ഡെവലപ്ഡ് അല്ല, അതുകൊണ്ട് അവിടെ അറ്റാക്ക് ചെയ്ത് നടക്കില്ല. ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലൂടെയും ഇവിടെയും ഹിമാലയ പർവ്വതങ്ങൾ ഉള്ളതുകൊണ്ട് അവിടെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. മുകളിൽ നോർത്തിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇവർക്ക് വരാൻ പറ്റുന്നത് ഈ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ആ സൈഡിലൂടെയാണ് ഇന്ത്യയിലോട്ട് കടക്കാൻ പറ്റുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള ത്രെട്ട് എവിടെ നിന്നായിരുന്നു? ആ അഫ്ഗാനിസ്ഥാൻ്റെ അവിടെ നിന്ന് വരുന്ന അറ്റാക്കിൽ നിന്നായിരുന്നു ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലുള്ള ഏത് റൂളേഴ്സിനും, ഡൽഹി ഡൈനാസ്റ്റി ആണെങ്കിലും മുഗൾ എംപറേഴ്സ് ആയിരുന്നാലും എല്ലാവർക്കും ശല്യം അവിടെ നിന്ന് തന്നെയായിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള അഫ്ഗാനിസ്ഥാനിലെ റൂളേഴ്സിൻ്റെ ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അവർ എപ്പോൾ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യുക അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ബ്രദറിൻ്റെ തന്നെ മിർസ കമ്രാൻ എന്ന ഒരു ബ്രദർ ആയ ആ മിർസ കമ്രാനും സ്ഥലം, പ്രോവിൻസ് കാബൂലൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും ഈ ഹുമയൂണിൻ്റെ എതിരായിട്ടായിരുന്നു ഈ മിർസ കമ്രാൻ പ്രവർത്തിച്ചത്. ദ അംബിഷൻസ് ഓഫ് ഹിസ് ബ്രദർ മിർസ കമ്രാൻ വീക്കെൻഡ് ഹുമയൂൺസ് കോസ് അഗെയിൻസ്റ്റ് അഫ്ഗാൻ കോമ്പറ്റേറ്റേഴ്സ്. അഫ്ഗാൻ കോമ്പറ്റേറ്റേഴ്സിനെ അവരെ എതിർക്കാനും തോൽപ്പിക്കാനും, അല്ലെങ്കിൽ അവർ വന്ന് അവരിൽ നിന്ന് രക്ഷപ്പെടാനൊക്കെയുള്ള ആ ഒരു എന്താണ് കോമ്പറ്റീഷൻ ഉണ്ടല്ലോ, ആ ഒരു അവരെ ചെറുക്കാനുള്ള ശക്തി, അതിന് വളരെ ദോഷം ചെയ്തു ഈ മിർസ കമ്രാൻ്റെ ആംബിഷൻസ്. ഷേർ ഖാൻ, അത് അങ്ങനെയാണ്. ഈ ഷേർ ഖാൻ ഡിഫീറ്റഡ് ഹുമയൂൺ ഇൻ ചോസ ഇൻ 1539. 1539 ഈ ഷേർ ഖാൻ അഫ്ഗാൻ കോമ്പറ്റേറ്റർ തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ ഷേർ ഖാൻ ചോസയിൽ ഇയാളെ തോൽപ്പിച്ചു, ഹുമയൂണിനെ തോൽപ്പിച്ചു. ആൻഡ് കന്നോജ് അല്ല, ആ ഏരിയയിലുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. കന്നോജ് നോർത്ത് ഇന്ത്യയിലെ സ്ഥലങ്ങളാണ്. അപ്പോൾ 1540 കന്നോജിലും ഇയാൾക്ക് ഷേർ ഖാനുമായിട്ട് തോൽക്കേണ്ടി വന്നു. അപ്പോൾ ഷേർ ഖാൻ ജയിച്ചു, ഫോഴ്സിങ് ഹിം ടു ഫ്ലീ ടു ഇറാൻ. അപ്പോൾ ഫ്ലീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിപ്പോവുക. അപ്പോൾ ഇറാനിലോട്ട് അഭയം പ്രാപിക്കേണ്ടി വന്നു, ഇറാനിലോട്ട് ഓടിപ്പോകേണ്ടി വന്നു. ആർക്ക്? ഹുമയൂണിന്. അപ്പോൾ 1540 ഷേർ ഖാൻ ഇവരെ തോൽപ്പിച്ചപ്പോൾ ഇറാനിൽ എന്താ പറ്റി? ഹുമയൂൺ റിസീവ്ഡ് ഹെൽപ്പ് ഫ്രം സഫാവിദ് ഷാ. അവിടുത്തെ ഒരു റൂളറായിരുന്നു, ഇറാനിലെ ഒരു റൂളറായിരുന്നു. അപ്പോൾ സഫാവിദ് ഷാ ഈ ഹുമയൂണിനെ ഹെൽപ്പ് ചെയ്തു. ഹുമയൂൺ റിസീവ്ഡ് ഹെൽപ്പ് ഫ്രം സഫാവിദ് ഷാ. അപ്പോൾ ഹുമയൂണിന് ഈ സഫാവിദ് ഷാ ആയിട്ട് നല്ല അടുപ്പമായിരുന്നു, ഹെൽപ്പ് കിട്ടി. ആൻഡ് ഹി റീക്യാപ്ചേർഡ് ഡൽഹി. പിന്നെയും തിരിച്ച് ഡൽഹി പിടിച്ചു. എപ്പോൾ? 1555 ഇവിടെ നമുക്ക് കാണാം, ഇവിടെ പിടിച്ചെടുത്തിരിക്കുകയാണ്. 1555 പിന്നെ ഈ ഷേർ ഖാനെ തോൽപ്പിച്ച് ഡൽഹി പിന്നെയും പിടിച്ചെടുത്തു. ഈ സഫാവിദ് ഷായും ഇറാനിലെ ലീഡർ, ആ റൂളർ ഈ ഹുമയൂണിനെ ഹെൽപ്പ് ചെയ്തു. ആൻഡ് ഡൈഡ് ദ നെക്സ്റ്റ് ഇയർ ആഫ്റ്റർ ആൻ ആക്സിഡൻറ്റ് ഇൻ ദിസ് ബിൽഡിംഗ്. ഈ കാണുന്ന ബിൽഡിങ്ങിൽ ഒരു ആക്സിഡൻറ്റിൽ ഈ ഹുമയൂൺ അതിൻ്റെ അടുത്ത വർഷം തന്നെ മരിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഇത് അക്ബർ. ഹുമയൂൺ കഴിഞ്ഞിട്ട് വരുന്ന ആളാണ് ഹുമയൂണിൻ്റെ മകൻ അക്ബർ. എപ്പോൾ തൊട്ടായിരുന്നു? 1556 ഹുമയൂൺ മരിച്ചു. അപ്പോൾ ഈ 1556 തൊട്ട് 1605 വരെ ഭരിച്ച, ഏകദേശം 50 വർഷത്തോളം ഭരിച്ച ഒരു റൂളറാണ് അക്ബർ. അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ ഭരണത്തിന് വളരെ പേര് കേട്ട ആളാണ്. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോളിസീസൊക്കെ അക്ബറിൻ്റെ വളരെ നല്ല പോളിസികളായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നോക്കാം നമുക്ക്. അക്ബർ വാസ് 13 years old when he became emperor. അപ്പോൾ ഹുമയൂൺ മരിച്ചപ്പോൾ അക്ബറാണ് അടുത്ത കിരീടാവകാശി. അപ്പോൾ അക്ബർ വാസ് only 13 years old. 13 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എംപററായപ്പോൾ, അതായത് മുഗൾ എംപററായപ്പോൾ. വെറും 13 വയസ്സ് മാത്രമായിരുന്നു. ഹിസ് റെയിൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ 3 periods. അപ്പോൾ ഈ അക്ബർ വളരെ വലിയൊരു കാലം, അതായത് 50 വർഷത്തോളം ഭരിച്ച ആളാണ്. അപ്പോൾ ഈ കാലഘട്ടത്തെ നമുക്ക് ഒരു 3 പീരീഡായിട്ട് ഡിവൈഡ് ചെയ്യാം.
അതായത് 1556 തൊട്ട് 1570 വരെ ആ സ്റ്റാർട്ടിങ്ങിലുള്ള ആ സമയം, 1556 മുതൽ 1570 വരെ ഉള്ള 14 വർഷം അക്ബർ ബിക്കെയിം ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ റീജൻറ്റ് ബൈറാം ഖാൻ ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് ഹിസ് ഡൊമസ്റ്റിക് സ്റ്റാഫ്. അപ്പോൾ 13 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, എല്ലാ കാര്യങ്ങളും നോക്കി നടക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ആ ബാലനായ അക്ബറിനെ സഹായിക്കാനും, അതായത് ഈ അക്ബറിൻ്റെ ആബ്സെൻസിൽ കാര്യങ്ങളൊക്കെ നോക്കുന്നതൊക്കെ ഈ റീജൻ്റാണ്. റീജൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈറാം ഖാൻ, അതായത് പ്രായപൂർത്തി എത്തുന്നവരെ, പക്വത എത്തുന്നവരെ ഈ കിങ്ങിൻ്റെ ആബ്സെൻസിൽ നോക്കുന്ന ആളാണ്. അതിനാണ് റീജൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സമയത്ത് അക്ബർ ബിക്കെയിം ഇൻഡിപെൻഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ സഹായങ്ങളും വേണ്ടാന്ന് വെച്ച് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചു, അല്ലെങ്കിൽ പ്രാപ്തനായി, ഇൻഡിപെൻഡൻ്റായി ചെയ്യാൻ. അതായത് മറ്റുള്ളവരുടെ ഇതിൽ നിന്ന് ചെയ്യൽ എപ്പോഴും ശരിയാവില്ല, ചെറുപ്പത്തിലൊക്കെ. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ഈ പീരീഡിൽ അക്ബർ ബിക്കെയിം ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി റീജൻറ്റ് ബൈറാം ഖാൻ ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് ദ ഡൊമസ്റ്റിക് സ്റ്റാഫ്. ഡൊമസ്റ്റിക് സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അക്ബറിൻ്റെ കൂട്ടത്തിലുള്ള പല സ്റ്റാഫുകൾ, അവരിൽ നിന്നെല്ലാം ഇൻഡിപെൻഡൻ്റായി വർക്ക് ചെയ്യാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്തു. മിലിറ്ററി ക്യാമ്പയിൻസ് വെർ ലോഞ്ച്ഡ് അഗെയിൻസ്റ്റ് സൂരീസ് ആൻഡ് അഫ്ഗാൻസ്. അപ്പോൾ സൂരീസിൻ്റെ എതിരായിട്ടും അഫ്ഗാൻസിൻ്റെ എഗെയിൻസ്റ്റായിട്ട് മിലിറ്ററി ക്യാമ്പയിൻസ് അല്ലെങ്കിൽ ഫൈറ്റ് ലോഞ്ച് ചെയ്തു. എഗെയിൻസ്റ്റ് നെയ്ബറിങ് കിങ്ഡംസ് ഓഫ് മാൽവ ആൻഡ് ഗോന്ദ്വാന. അടുത്തുള്ള മാൽവ എന്ന് പറഞ്ഞ കിങ്ഡവും അതുപോലെ തന്നെ ഗോന്ദ്വാന എന്ന് പറഞ്ഞ കിങ്ഡംസിനും അതിനൊക്കെ എഗെയിൻസ്റ്റായിട്ട് മിലിറ്ററി ക്യാമ്പയിൻസ് അല്ലെങ്കിൽ യുദ്ധം നടത്തി. ആൻഡ് ടു സപ്രസ് ദ റിവോൾട്ട് ഓഫ് ഹിസ് ഹാഫ് ബ്രദർ മിർസ ഹക്കീം ആൻഡ് ദ ഉസ്ബെക്സ്. അപ്പോൾ ഈ റിവോൾട്ട് എന്ന് പറഞ്ഞാൽ കലാപം, ഈ നമ്മുടെ ഈ അക്ബറിൻ്റെ തന്നെ ഒരു ഹാഫ് ബ്രദറാണ് മിർസ ഹക്കീം ഒക്കെ ഈ അക്ബറിന് എതിരാണ്. അപ്പോൾ എതിരായിട്ട് റിവോൾട്ടൊക്കെ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഉസ്ബെക്സിൻ്റെ അവിടെ നിന്നും അറ്റാക്കൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെല്ലാം സപ്രസ് ചെയ്യാനൊക്കെ ഈ 1556 മുതൽ 1570 വരെയുള്ള കാലഘട്ടം ഈ അക്ബർ അതിനുവേണ്ടി വിനിയോഗിച്ചു. അപ്പോൾ ആദ്യം മെയിനായെന്ന് പറഞ്ഞാൽ അവർ ഡൊമസ്റ്റിക് സ്റ്റാഫും ഈ അയാളുടെ റീജൻ്റായ ബൈറാം ഖാൻ, അയാളൊക്കെ ആയിരുന്നു കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നു. അവരിൽ നിന്ന് ഇൻഡിപെൻഡൻ്റായി രാജ്യത്തെ മുഗൾ എംപയറിനെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തനായി, ഇൻഡിപെൻഡൻ്റായി. അതുപോലെ തന്നെ പല സൂരീസും അഫ്ഗാൻസും അതുപോലെ തന്നെ മാൽവ, ഗോണ്ട്വാന അവർക്കൊക്കെ എഗെയിൻസ്റ്റായിട്ട് ക്യാമ്പയിൻസ് നടത്തി. അതുപോലെ തന്നെ ഹാഫ് ബ്രദർ മിർസ ഹക്കീം അല്ലെങ്കിൽ ഉസ്ബെക്സ് അവരുടെ എല്ലാ റിവോൾട്ടിനെ എല്ലാം തടഞ്ഞു, പ്രതിരോധിച്ചു. അപ്പോൾ ഇൻ 1568 1568 ദി സിസോദിയ ക്യാപിറ്റൽ ഓഫ് ചിത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തെ ക്യാപിറ്റൽ വാസ് സീസ്ഡ്, അല്ലെങ്കിൽ പിടിച്ചെടുത്തു. ആൻഡ് ഇൻ 1569 അതിനടുത്ത വർഷം രഥംബോർ എന്ന് പറഞ്ഞ സ്ഥലം പിടിച്ചെടുത്തു. പിന്നെ ഇതായിരുന്നു ആദ്യത്തെ ആ ടൈം പീരീഡ്, അതായത് 1556 മുതൽ 1570 വരെയുള്ള കാലഘട്ടത്തിൽ. ഇനി നോക്കുന്നത് 1570 മുതൽ 1585 വരെയുള്ള കാലഘട്ടം. 1570 മുതൽ 1585 വരെയുള്ള ആ കാലഘട്ടം അത് രണ്ടാമത്തെ ഒരു സ്റ്റേജായിട്ട്, രണ്ടാമത്തെ ഒരു പീരീഡായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ 3 പീരീഡായിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ആദ്യത്തെ പീരീഡ് നമ്മൾ നോക്കി. ഇത് രണ്ടാമത്തെ പീരീഡിൽ മിലിറ്ററി ക്യാമ്പയിൻസ് ഇൻ ഗുജറാത്ത് വെർ ഫോളോഡ് ബൈ. അപ്പോൾ മുകളിൽ നിന്ന് ഡൽഹി, ആഗ്രയൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടിയൊക്കെ താഴെ ഗുജറാത്തൊക്കെ അവിടേക്ക് എത്തി, പിടിച്ചടക്കിയിട്ട്. അപ്പോൾ മിലിറ്ററി ക്യാമ്പയിൻസ് ഇൻ ഗുജറാത്ത് വെർ ഫോളോഡ് ബൈ ക്യാമ്പയിൻസ് ഇൻ ദ ഈസ്റ്റ് ഇൻ ബീഹാർ. കുറച്ചുകൂടി UP, അത് കഴിഞ്ഞ് ബീഹാർ. ഇന്ത്യയുടെ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഈസ്റ്റിലോട്ടുള്ള സ്ഥലങ്ങളാണ് ബീഹാർ. അത് കഴിഞ്ഞാൽ ബംഗാൾ, ഒറീസ, കുറച്ച് താഴെയായിട്ട് ഒറീസ, അങ്ങനെയുള്ള ആ സ്ഥലങ്ങളിലോട്ടെല്ലാം അക്ബറിൻ്റെ കൺട്രോള്, അല്ലെങ്കിൽ അവിടെ എല്ലാ സ്ഥലങ്ങളെല്ലാം പിടിച്ചെടുത്ത് തുടങ്ങി. അപ്പോൾ മിലിറ്ററി ക്യാമ്പയിൻസ് ഇൻ ഗുജറാത്തിൽ ഫൈറ്റ് നടത്തി, അല്ലെങ്കിൽ അവിടുത്തെ ഏരിയകൾ കീഴടക്കി. അതുപോലെ തന്നെ ബീഹാർ, ബംഗാൾ, ഒറീസ അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം മിലിറ്ററി ക്യാമ്പയിൻസ് നടത്തി, അവിടെ പിടിച്ചെടുത്തു.
And these campaigns were complicated by the 1579 to 1580 revolt in support of Mirza ഹക്കീം. ഹക്കീമിൻ്റെ സപ്പോർട്ടിൽ ഒരു കലാപമൊക്കെ ഉണ്ടായിരുന്നു 1579 തൊട്ട് 1580 ആ ഒരു കാലഘട്ടത്ത്. ആൻഡ് ദീസ് ക്യാമ്പയിൻസ് വർ കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ ഈ ക്യാമ്പയിൻസിനെല്ലാം വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു ഈ മിർസ ഹക്കീമിൻ്റെ ഈ കലാപം. മിർസ ഹക്കീം എന്ന് പറയുന്നത് ഈ അക്ബറിൻ്റെ ഹാഫ് ബ്രദറാണ്. അപ്പോൾ ഇവിടെ ഗുജറാത്ത്, ബീഹാർ, ബംഗാൾ, ഒറീസ അവിടെ എല്ലാം ഇങ്ങനെ യുദ്ധങ്ങൾ നടക്കുകയാണ്, ക്യാമ്പയിൻസ് നടക്കുകയാണ്. അതിൻ്റെ കൂടെ ഇതൊരു കോംപ്ലിക്കേഷൻ ആയിരുന്നു ഈ മിർസ ഹക്കീമിൻ്റെ തന്നെ ഹാഫ് ബ്രദറായ മിർസ ഹക്കീമിൻ്റെ തന്നെ റിവോൾട്ട്, കലാപം. പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, മൂന്നാമത്തെ പീരീഡ് 1585 മുതൽ 1605 വരെ, 1605 വരെ ആയിരുന്നു അയാളുടെ കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആ ലാസ്റ്റത്തെ പീരീഡ് 1585 മുതൽ 1605 വരെ, എക്സ്പാൻഷൻ ഓഫ് അക്ബേഴ്സ് എംപയർ. അപ്പോൾ ഇതിലാണ് ഈ ഒരു മൂന്നാമത്തെ ഇതിലാണ് ശരിക്കും അക്ബർ ഈ മുഗൾ എംപയറിനെ ഒരുപാട് വികസിപ്പിച്ചത്, ഒരുപാട് ഇന്ത്യയിലെ ഒരുപാട് സ്ഥലങ്ങളിലോട്ട് എത്തിച്ചത്. ദ ക്യാമ്പയിൻസ് വെർ ലോഞ്ച്ഡ് ഇൻ ദ നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പാകിസ്ഥാനും കന്ദഹാറൊക്കെ ഈ അഫ്ഗാനിസ്ഥാനിലെ സ്ഥലങ്ങളാണ്. അന്ന് ഈ പാകിസ്ഥാനും ഇന്ത്യയൊക്കെ ഒന്ന് തന്നെയായിരുന്നു. അപ്പോൾ ആ നോർത്ത് വെസ്റ്റിലുള്ള സ്ഥലങ്ങളെല്ലാം, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം, അവിടെയെല്ലാം ക്യാമ്പയിൻസ് നടത്തി, അവിടെയെല്ലാം യുദ്ധങ്ങൾ നടത്തി. വെർ ലോഞ്ച്ഡ് ഇൻ ദ നോർത്ത് വെസ്റ്റ്. കന്ദഹാർ നമ്മുടെ അഫ്ഗാനിസ്ഥാനിലെ ഒരു സ്ഥലമാണ്, ഒരു മെയിൻ സിറ്റിയാണ്. വാസ് സീസ്ഡ് ഫ്രം സഫാവിദ്സ്. അവിടെ സഫാവിദ് ഇറാനായിരുന്നു, സഫാവിദ്സ് ആയിരുന്നു അവരുടെ ഡൈനാസ്റ്റി. അവരുടെ കീഴിലായിരുന്നു ആ സ്ഥലങ്ങളെല്ലാം. അതെല്ലാം ഈ അക്ബർ പിടിച്ചെടുത്തു. അപ്പോൾ കന്ദഹാർ വാസ് സീസ്ഡ് ഫ്രം സഫാവിദ്സ്. കാശ്മീർ വാസ് അനെക്സ്ഡ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർത്തു. കാശ്മീരിനെയും സ്വന്തം കൂടെ കൂട്ടി. കാശ്മീർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ജമ്മു കാശ്മീർ, മുകളിലുള്ള ഇന്ത്യയുടെ ഏറ്റവും തലവിലുള്ള ആ സ്ഥലം, അതിനെയും ഈ മുഗൾ എംപയറിൻ്റെ കൂടെ കൂട്ടി. ഓൾസോ കാബൂൾ ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് മിർസ ഹക്കീം സ്റ്റെപ്പ് ബ്രദറായ മിർസ ഹക്കീം ഇയാളുമായിട്ട് റിവോൾട്ട് നടത്തുന്നുണ്ടെങ്കിലും അയാൾക്കും ഒരു പ്രൊവിൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ കാബൂൾ, അഫ്ഗാനിസ്ഥാൻ്റെ ആ സൈഡിൽ. അപ്പോൾ അതും ഈ മിർസ ഹക്കീം മരിച്ചു കഴിഞ്ഞപ്പോൾ അതും കൂടി സ്വന്തം ഈ മുഗൾ എംപയറിലോട്ട് തന്നെ പിടിച്ചെടുത്തു. ക്യാമ്പയിൻസ് ഇൻ ദ ഡെക്കാൻ സ്റ്റാർട്ടഡ് ആൻഡ് ബെറാർ, ഖാന്ദേശ് ആൻഡ് പാർട്സ് ഓഫ് അഹമ്മദ് നഗർ വെർ അനെക്സ്ഡ്. സോ പിന്നെ വരുന്നത് താഴെ സൗത്ത് ഇന്ത്യയിലോട്ട്. ഇവിടെ നമ്മുടെ മഹാരാഷ്ട്ര ആ സൈഡ്, അതിനെയാണ് പറയുന്നത് ഡെക്കാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മുകളിലുള്ള ഈ സ്ഥലങ്ങളെല്ലാം പിടിച്ചെടുത്തു. അങ്ങനെ ബീഹാർ, ബംഗാൾ ആ സ്ഥലങ്ങളെല്ലാം പിടിച്ചെടുത്തു. പിന്നെ ഇനി വരുന്നത് സൗത്തിലോട്ടാണ് ഇനി ഫോക്കസ് വരുന്നത്. അപ്പോൾ ക്യാമ്പയിൻസ് ഇൻ ഡെക്കാൻ. ഈ ഡെക്കാൻ എന്ന് പറയുന്നത് ഈ സൗത്തിലെ ഈ സ്ഥലങ്ങളാണ്, മഹാരാഷ്ട്രയുടെ ആ മെയിനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടെ ഡെക്കാനിൽ അവിടെ ക്യാമ്പയിൻസ് സ്റ്റാർട്ടായി. ബെറാർ, ഖന്ദേശ് ആൻഡ് പാർട്സ് ഓഫ് അഹമ്മദ് നഗർ, ഇതൊക്കെ അവിടെയുള്ള സ്ഥലങ്ങളാണ്. അതെല്ലാം ഈ മുഗൾ എംപയർ പിടിച്ചെടുത്തു. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ കൂട്ടി. അനെക്സ്റ്റ് പറഞ്ഞാൽ കൂട്ടിച്ചേർത്തു. ഇൻ ദ ലാസ്റ്റ് ഇയേഴ്സ് ഓഫ് ഹിസ് റെയിൻ അക്ബർ വാസ് ഡിസ്ട്രാക്റ്റഡ് ബൈ ദ റിബല്യൻ ഓഫ് പ്രിൻസ് സലിം ആയിരുന്നു പ്രിൻസ്, അതായത് രാജകുമാരൻ. അക്ബറിൻ്റെ മകൻ സലിം, ഫ്യൂച്ചർ എംപറർ. ഈ സലിം തന്നെയാണ് ഈ ഫ്യൂച്ചറിൽ ജഹാംഗീർ എന്ന പേര് നാമം സ്വീകരിക്കുന്നത്. ജഹാംഗീർ എന്ന് പറഞ്ഞാൽ ലയൺ അല്ലെങ്കിൽ സിംഹം. ജഹാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുനിയ, നമ്മുടെ വേൾഡ്. അപ്പോൾ ഈ വേൾഡിലെ സിംഹം എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ സലീം എന്നായിരുന്നു ആദ്യത്തെ പേര് സലീമായിരുന്നു. ഇപ്പോൾ എംപറർ ആയപ്പോൾ ജഹാംഗീർ എന്ന പേരാക്കി. അപ്പോൾ അടുത്ത് വരുന്നത് ജഹാംഗീറാണ്. അപ്പോൾ ഇൻ ദ ലാസ്റ്റ് ഇയേഴ്സ് ഓഫ് ഹിസ് റെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലഘട്ടം അല്ലെങ്കിൽ ഭരണം, ആ അക്ബറിൻ്റെ ലാസ്റ്റ് ഭരണത്തിൻ്റെ അവസാനം വാസ് ഡിസ്ട്രാക്റ്റഡ്. ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായി, ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ബൈ ദ റെബല്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാപം. ബൈ ദ റെബല്യൻ ഓഫ് പ്രിൻസ് സലീം ഈ അക്ബറിൻ്റെ മകൻ തന്നെ അച്ഛനെതിരെ തിരിയാണ്. ദ ഫ്യൂച്ചർ എംപറർ ജഹാംഗീർ, അതായത് ഫ്യൂച്ചറിൽ ആ സലീം തന്നെയാണ് എംപറർ ഈ ജഹാംഗീർ എന്ന പേര് സ്വീകരിച്ചത്. അപ്പോൾ ഈ ജഹാംഗീറിൽ നിന്ന് അല്ലെങ്കിൽ ഈ സലീമിൽ നിന്ന്, സ്വന്തം മകനിൽ നിന്ന് ഒരുപാട് റിവോൾട്ട് അല്ലെങ്കിൽ റെബല്യൻ
അതായത് അവരെല്ലാം എതിർപ്പ് നേരിടേണ്ടി വന്നു അക്ബറിന് അവസാനമായപ്പോൾ. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് ജഹാംഗീർ എപ്പോഴാണ് ആയത്? 1605 തൊട്ട് 1605 വരെ അക്ബർ തന്നെയായിരുന്നു. അക്ബറിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ജഹാംഗീർ വന്നു. 1605 മുതൽ 1627 വരെ ഈ ജഹാംഗീറാണ് ഭരിച്ചത് മുഗൾ എംപയർ. അപ്പോൾ മിലിറ്ററി ക്യാമ്പയിൻ സ്റ്റാർട്ടഡ് ബൈ അക്ബർ കണ്ടിന്യൂഡ്. അക്ബർ തുടങ്ങിയ ആ മിലിറ്ററി ക്യാമ്പയിൻസ് ഇപ്പോൾ മൊത്തം അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ ആ ഏരിയ എല്ലാം പിടിച്ചെടുത്തു. കാശ്മീർ കൂടെ ചേർത്തു. ഡൽഹി, ആഗ്രയും ആ സ്ഥലങ്ങളെല്ലാം ഇവരുടെ കൂടെ തന്നെയായിരുന്നു ഓൾറെഡി. പിന്നെ ബീഹാർ, ബംഗാൾ, ഒറീസ ആ സ്ഥലങ്ങളെല്ലാം കൂട്ടിച്ചേർത്തു. പിന്നെ ആകെ ശേഷിക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ കുറച്ച് സ്ഥലങ്ങളാണ്. സൗത്ത് ഇന്ത്യയിലെ കുറച്ച് സ്ഥലങ്ങൾ ഡെക്കാനിൽ വന്നു. ഡെക്കാനിൽ കുറേ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുത്തു. അങ്ങനെ നിൽക്കുമ്പോഴാണ് അക്ബറിൻ്റെ ഭരണം അവസാനിക്കുന്നത്. ജഹാംഗീർ വരുന്നത്. ജഹാംഗീർ സ്റ്റാർട്ടഡ് അതായത് ഈ മിലിറ്ററി ക്യാമ്പയിൻസ്, അക്ബർ സ്റ്റാർട്ട് ചെയ്ത മിലിറ്ററി ക്യാമ്പയിൻസ് എല്ലാം ജഹാംഗീറും കണ്ടിന്യൂ ചെയ്തു. സിസോദിയ റൂളർ ഓഫ് മേവാർ അമർ സിംഗ്. അപ്പോൾ ഈ ഡെക്കാനിലെ അവിടുത്തെ ഒരു റൂളർ തന്നെയാണ് ഈ മേവാർ അല്ലെങ്കിൽ അമർ സിംഗ്. അക്സെപ്റ്റഡ് മുഗൾ സർവീസ്, മുഗൾസിൻ്റെ സർവീസ് അവർ ഭരിച്ചോട്ടെ എന്നുള്ള അത് അക്സെപ്റ്റൻസ് കൊടുത്തു. അവർക്ക് എതിർക്കാൻ നിന്നില്ല, ആക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ജഹാംഗീറും അമർ സിംഗും തമ്മിൽ വലിയ യുദ്ധങ്ങൾ ഉണ്ടായില്ല. അവർ ഫ്രണ്ട്സ് ആയിരുന്നു, അത്ര ശത്രുക്കളായിരുന്നില്ല. അപ്പോൾ അമർ സിംഗ് ആക്സെപ്റ്റഡ് മുഗൾ സർവീസ്, മുഗൾസിന് അവരുടെ ഈ റൂളിങ് ആക്സെപ്റ്റ് ചെയ്തു. ലെസ് സക്സസ്ഫുൾ ക്യാമ്പയിൻസ് അഗെയിൻസ്റ്റ് സിഖുകാരുമായിട്ടും യുദ്ധങ്ങൾ നടന്നു. അഹോംസ് എന്ന് പറയുന്നത് നമ്മുടെ നോർത്ത് ഈസ്റ്റിലെ ട്രൈബൽ അല്ലെങ്കിൽ അവിടെയുള്ള ഒരു ഗ്രൂപ്പാണ്. ട്രൈബൽ എന്ന് പറയാൻ പാടില്ല. ഓക്കെ, അവിടെ അടുത്ത ഒരു ഗ്രൂപ്പാണ്, ഈ നോർത്ത് ഈസ്റ്റിലെ ഒരു ഗ്രൂപ്പാണ് അഹോംസ് എന്ന് പറയുന്നത്. അപ്പോൾ അഹോംസ് ആൻഡ് അഹമ്മദ് നഗർ ഫോളോഡ്. അപ്പോൾ ഈ അഹമ്മദ് നഗറും അഹോംസിൻ്റെ എഗെയിൻസ്റ്റായിട്ടും സിഖിൻ്റെ എഗെയിൻസ്റ്റായിട്ടൊക്കെ ഈ ക്യാമ്പയിൻസ് ഈ ജഹാംഗീറും തുടർന്നു പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രിൻസ് ഖുറം, ദ ഫ്യൂച്ചർ എംപറർ ഷാജഹാൻ്റെ പേര് ഖുറം എന്നായിരുന്നു. പ്രിൻസ്, രാജകുമാരൻ, ജഹാംഗീറിൻ്റെ മകൻ ഖുറമാണ് പിന്നീട് ഷാജഹാനായിട്ട് പേര് സ്വീകരിക്കുന്നത്. ഷാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ്, എന്ന് പറഞ്ഞാൽ രാജാവ്, ജഹാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ്. ഇപ്പോൾ ലോകത്തിൻ്റെ രാജാവ് എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ ഒരു ശരിക്കുള്ള പേര് വേറൊന്നും. അവർ രാജാവായി കഴിയുമ്പോൾ അല്ലെങ്കിൽ റൂളറായി കഴിയുമ്പോൾ വലിയ അങ്ങനെയുള്ള ടൈറ്റിലാണ് അവർ സ്വീകരിക്കുന്നത്. അപ്പോൾ ഷാജഹാൻ, അതായത് ഖുറം എന്ന പ്രിൻസ്, ദ ഫ്യൂച്ചർ എംപറർ ഓഫ് ഷാജഹാൻ, റിബൽഡ് ഇൻ ദ ലാസ്റ്റ് ഇയേഴ്സ് ഓഫ് ഹിസ് റെയിൻ. അപ്പോൾ ഈ ജഹാംഗീറിൻ്റെ അവസാനമായപ്പോഴേക്കും, ഭരണത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും ഈ ജഹാംഗീറിൻ്റെ മകനായ ഖുറം അല്ലെങ്കിൽ ഷാജഹാന് ഇവരുടെ അച്ഛൻ എഗെയിൻസ്റ്റായിട്ട് ജഹാംഗീർ എന്താണോ അക്ബറിനെതിരെ ചെയ്തത്, അക്ബറിൻ്റെ മകനാണ് ജഹാംഗീർ. അപ്പോൾ ജഹാംഗീർ അക്ബറിനെ എതിർത്ത പോലെ ഈ ജഹാംഗീറിൻ്റെ മകനായ ഷാജഹാൻ അല്ലെങ്കിൽ ഖുറം ഇയാൾക്ക് എഗെയിൻസ്റ്റായി, റിബൽഡ്, അതായത് കലാപങ്ങൾ സൃഷ്ടിച്ചു ഇൻ ദ ലാസ്റ്റ് ഇയേഴ്സ് ഓഫ് ഹിസ് റെയിൻ, ഈ ജഹാംഗീറിൻ്റെ അവസാനത്തെ കാലഘട്ടങ്ങളിൽ. ദ എഫേർട്സ് ഓഫ് നൂർജഹാൻ ജഹാംഗീറിൻ്റെ വൈഫാണ് നൂർജഹാൻ ഒരുപാട് പ്രയത്നിച്ചു ടു മാർജിനലൈസ് ഹിം ആൻഡ് വാസ് വെർ അൺസക്സസ്ഫുൾ. അതായത് ഒരു സൈഡിലോട്ട് മാറ്റി നിർത്താനൊക്കെ ഈ നമ്മുടെ ഷാജഹാൻ അല്ലെങ്കിൽ ഖുറത്തിന്, പക്ഷേ അതൊന്നും നടന്നില്ല. ഖുറം അല്ലെങ്കിൽ ഷാജഹാൻ സക്സസ്ഫുള്ളായി. അതുപോലെ തന്നെ ഈ ജഹാംഗീർ കഴിഞ്ഞ് ഷാജഹാൻ എന്തായി? ഒരു എംപററായി. ഇതാണ് നമ്മുടെ ജഹാംഗീർ. പിന്നെ അടുത്തതാണ് ഷാജഹാൻ ഇപ്പോൾ തൊട്ടാണ്. ജഹാംഗീർ അവസാനിച്ചത് 1627 അപ്പോൾ 1627 മുതൽ 1658 വരെ ഷാജഹാൻ ആണ് ഭരിച്ചത് മുഗൾ എംപയർ. മുഗൾ ക്യാമ്പയിൻസ് കണ്ടിന്യൂഡ് ഇൻ ദ ഡെക്കാൻ അണ്ടർ ഷാജഹാൻ. ഇപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം അറ്റാക്ക് ചെയ്ത് പിടിച്ചെടുത്ത് നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഈ സൗത്ത് ഇന്ത്യയിലുള്ള കുറച്ച് സ്ഥലങ്ങളാണ് ഇപ്പോഴും അവർക്ക് കീറാമുട്ടിയായിട്ട് നിൽക്കുന്നത്, പിടിച്ചെടുക്കാൻ പറ്റാതെ നിൽക്കുന്നത്. ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഈ ഡെക്കാനിലെ ആ ക്യാമ്പയിൻസ്, അവിടെ ഉണ്ടായിരുന്ന യുദ്ധങ്ങൾ പിന്നെയും ഷാജഹാനും തുടർന്നു.
continued the Deccan, Mughal campaigns continued in the Deccan under ഷാജഹാൻ. ഷാജഹാൻ്റെ റൂളിലും അത് തുടർന്നു. ഷാജഹാൻ the Afghan noble ഖാൻ ജഹാൻ ലോധി rebelled and was defeated. അപ്പോൾ അഫ്ഗാൻ നോബൽ അല്ലെങ്കിൽ റൂളർ ഖാൻ ജഹാൻ ലോധി ഇവരുമായിട്ട് റിബൽ ചെയ്തു, ഇവരുടെ അഗെയിൻസ്റ്റ് ആയിട്ട് യുദ്ധം ചെയ്തു അല്ലെങ്കിൽ കലാപം ഉണ്ടാക്കി. പക്ഷേ അവരെല്ലാം ഡിഫീറ്റ് ചെയ്തു, അയാളെല്ലാം ഡിഫീറ്റ് ചെയ്തു. ക്യാമ്പയിൻസ് വെർ ലോഞ്ച്ഡ് അഗെയിൻസ്റ്റ് അഹമ്മദ് നഗർ, ബുന്ദേലാസ് വെർ ഡിഫീറ്റഡ് ആൻഡ് ഓർച്ച സീസ്ഡ്. അപ്പോൾ അഹമ്മദ് നഗറും അതിന് അഗെയിൻസ്റ്റ് ക്യാമ്പയിൻസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ യുദ്ധങ്ങളുണ്ടായിരുന്നു. ബുന്ദേൽസ് വെർ ഡിഫീറ്റഡ്, ബുന്ദേലാസ് അവരെ ഡിഫീറ്റ് ചെയ്തു. ഓർച്ച അത് സീസ് ചെയ്തു, അവർ പിടിച്ചെടുത്തു. ഇൻ ദ നോർത്ത് വെസ്റ്റിൽ ദ ക്യാമ്പയിൻ ടു സീസ് ബാൽക്ക് ഫ്രം ഉസ്ബെക്ക് നോർത്ത് വെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അഫ്ഗാനിസ്ഥാനും ഉസ്ബെക്കിസ്ഥാനും ആ സ്ഥലങ്ങളെല്ലാം പാകിസ്ഥാൻ്റെ അപ്പുറത്തുള്ള സ്ഥലങ്ങൾ, അവിടെയെല്ലാം ആ നോർത്ത് വെസ്റ്റിലും ഇവർ യുദ്ധങ്ങൾ നടത്തി. ആൻഡ് വാസ് അൺസക്സസ്ഫുൾ ആൻഡ് കന്ദഹാർ വാസ് ലോസ്റ്റ് ടു സഫവിറ്റ്സ് നിന്ന് പിടിച്ചെടുത്ത കന്ദഹാർ, ഇതിനു മുമ്പ് അക്ബർ പിടിച്ചെടുത്ത ഈ നമ്മുടെ കന്ദഹാർ, ആ കന്ദഹാറെല്ലാം ഇവരിൽ നിന്ന് പോയി. അവരവിടെയൊക്കെ യുദ്ധം ചെയ്ത് നോക്കി, പക്ഷേ അൺസക്സസ്ഫുള്ളായി, ജയിക്കാൻ പറ്റിയില്ല. കന്ദഹാർ ഇവരുടെ കയ്യിൽ നിന്ന് പോയി. കന്ദഹാർ വാസ് ലോസ്റ്റ് ടു സഫവിറ്റ്സ് കന്ദഹാർ എല്ലാം തിരിച്ചു പിടിച്ചു. ഇതാണ് ഷാജഹാൻ. ഓക്കെ. പിന്നെ ഇൻ 1632 അഹമ്മദ് നഗർ വാസ് ഫൈനലി അനെക്സ്ഡ്. അഹമ്മദ് നഗറൊക്കെ എവിടെ? ഡക്കാനിലുള്ള, ഈ മഹാരാഷ്ട്ര ആ സൈഡിലുള്ള ഡക്കാനിലുള്ള ആ സ്ഥലങ്ങളാണ്. അപ്പോൾ ഫൈനലി അഹമ്മദ് നഗർ പിടിച്ചെടുത്തു, ഫൈനലി അനെക്സ്ഡ്, കൂട്ടിച്ചേർത്തു അവരുടെ കിങ്ഡത്തിൻ്റെ കൂടെ, അവരുടെ എംപയറിൻ്റെ കൂടെ. ആൻഡ് ബിജാപ്പൂർ ഫോഴ്സസ് സ്യൂ ഫോർ പീസ്, ബീജാപ്പൂരിലെ ഫോഴ്സസ് അവർ കീഴടങ്ങുകയും ചെയ്തു. ഓക്കെ. ഇൻ 1657 to 1658, 1657 തൊട്ട് 1658 വരെ ദർ വാസ് കോൺഫ്ലിക്റ്റ് ഓവർ ദ സക്സഷൻ എമംഗ് ഷാജഹാൻ സൺസ്. ഷാജഹാൻ്റെ മക്കൾ തമ്മിൽ ആരായിരിക്കും അടുത്ത ലീഡർ, അടുത്ത റൂളർ, അടുത്ത എംപറർ എന്നതിനെ കുറിച്ചുള്ള കോൺഫ്ലിക്റ്റ് ആയിരുന്നു, തല്ലായിരുന്നു. ആൻഡ് ഔറംഗസീബ് വാസ് വിക്ടോറിയസ്. ഔറംഗസീബാണ് അതിൽ ജയിച്ചത്. ആൻഡ് ഹിസ് 3 brothers, ഔറംഗസീബിൻ്റെ ബാക്കിയുള്ള 3 brothers ഇൻക്ലൂഡിങ് ദാരാ ഷുക്കോ were killed. ബാക്കിയുള്ളവരെല്ലാവരും ഈ ഔറംഗസീബ് കൊന്നു കളഞ്ഞു. ആൻഡ് ഷാജഹാൻ വാസ് ഇംപ്രിസൺഡ് ഫോർ ദ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ് ഇൻ ആഗ്ര. ഷാജഹാനെ ജയിലിലടക്കിയാണ് ആഗ്രയിൽ. ഷാജഹാൻ ഈ താജ്മഹൽ അതിനെക്കുറിച്ചൊക്കെ അറിയായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ഷാജഹാനെ ആഗ്രയിൽ ജയിലിലടക്കിയാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരുടെയും മക്കൾ അവരുടെ അപ്പനുമായിട്ട് റിവൽ ചെയ്തിട്ടാണ് രാജ്യം പിടിച്ചടക്കുന്നതും രാജ്യത്തിൻ്റെ രാജാവാകുന്നതൊക്കെ. അതേപോലെ തന്നെ അവരെ ഇപ്പോൾ ഇവിടെ ഔറംഗസീബ് അച്ഛനായ ഷാജഹാനെ ജയിലിലടയ്ക്കുന്നു. അച്ഛനായ ഷാജഹാനിൽ നിന്ന് രാജ്യം പിടിച്ചെടുക്കുന്നു. അപ്പോൾ അങ്ങനെയാണ്. ഇതാണ് ഒരു പാറ്റേൺ. നമ്മൾക്ക് ഈ ടേബിളിൻ്റെ തുടക്കത്തിൽ തന്നെ ചോദിച്ചു, നിങ്ങളൊരു പാറ്റേൺ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളത്. ഒരു പാറ്റേൺ ഇതാണ്. ഇനി അടുത്തത് ഔറംഗസീബ് 1658 മുതൽ 1707 വരെ ഭരിച്ച ആളാണ് ഔറംഗസീബ് ഒരുപാട് കാലം ഈ മുഗൾ എംപറർ ആയിരുന്നു. ഇൻ ദ നോർത്ത് ഈസ്റ്റ് ദി അഹോംസ് വെർ ഡിഫീറ്റഡ് ഇൻ 1663. 1663 അഹോംസിനെ, അതായത് നോർത്ത് ഈസ്റ്റിലെ ഇന്ത്യയുടെ ഈ ഭാഗത്ത് നോർത്ത് ഈസ്റ്റ് ഏരിയ, പിന്നെ ഇവിടെയാണ് നമ്മുടെ അഫ്ഗാനിസ്ഥാനും ഇതൊക്കെ, മുകളിലേക്കാണ് നമ്മുടെ കാശ്മീരൊക്കെ ഉള്ളത്. ഇത് കറക്റ്റായിട്ട് മാപ്പല്ല, ഒരു സ്ഥലമില്ല. അപ്പോൾ ഈ ഭാഗത്തുള്ള അഹോംസിനെ ഡിഫീറ്റ് ചെയ്തു 1663 ഔറംഗസീബ്. ബട്ട് റിബൽഡ് എഗെയിൻ ഇൻ 1680s. 1680 ആയപ്പോഴേക്കും അവർ പിന്നെയും വിപ്ലവങ്ങൾ ഇവരെ എഗെയിൻസ്റ്റ് ആയിട്ട് തുടങ്ങി അഹോംസ്. ക്യാമ്പയിൻസ് ഇൻ ദ നോർത്ത് വെസ്റ്റ് എഗെയിൻസ്റ്റ് യൂസഫ്സായ്. നോർത്ത് വെസ്റ്റ് ഈ അഫ്ഗാനിസ്ഥാൻ ആ സൈഡിലോട്ട് ഇവിടെ യൂസഫ്സായ്
ആൻഡ് ദ സിഖ്സ് വെയർ ടെമ്പററിലി സക്സസ്ഫുൾ. അവരുടെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള യൂസഫ്സായും സിഖുകാരൊക്കെ ആയിട്ടുള്ള യുദ്ധങ്ങൾ, ക്യാമ്പയിൻസ് ടെമ്പററിലി സക്സസ്ഫുൾ ആണെന്ന് പറയായിരുന്നു. മൊത്തമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല സക്സസ്ഫുൾ ആയെന്ന്, ടെമ്പററിലി സക്സസ്ഫുൾ ആയിരുന്നു. മുഗൾ ഇൻ്റർവെൻഷൻ ഇൻ ദ സക്സഷൻ ആൻഡ് ഇൻറ്റേർണൽ പൊളിറ്റിക്സ് ഓഫ് റാത്തോർ രാജ്പൂത്ത് ഓഫ് മേവാർ ലെഡ് ടു ദെയർ റിബല്യൻ. മേവാർ എന്ന് പറയുന്നത് നമ്മുടെ ഈ മഹാരാഷ്ട്ര സൈഡിലുള്ള റൂളേഴ്സായിരുന്നു. അപ്പോൾ അവരുടെ ഇൻറ്റേർണൽ പൊളിറ്റിക്സിലും അതുപോലെ തന്നെ അവരുടെ കഴിഞ്ഞിട്ട് ഒരു രാജാവ് കഴിഞ്ഞ് വേറെ ആര് വരണം എന്നൊക്കെ ഉള്ളതിലൊക്കെ ഈ മുഗൾ ഇൻ്റർഫിയർ ചെയ്യാൻ തുടങ്ങി. മുഗൾ പറയാൻ തുടങ്ങി ഇവരായിരിക്കണം, അങ്ങനെ ആയിരിക്കണം, അവർ ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് ഈ മേവാറിലെ ആൾക്കാർക്ക്, അവിടുത്തെ റൂളേഴ്സിന്, അവിടുത്തെ ലീഡേഴ്സിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അത് ദാറ്റ് ലെഡ് ടു ദെയർ റിബല്യൻ. അവർ കലാപങ്ങൾ തുടങ്ങി, ഇവരുടെ എഗെയിൻസ്റ്റ് പ്രവർത്തിക്കാൻ തുടങ്ങി, കലാപം. അപ്പോൾ ക്യാമ്പയിൻസ് അഗെയിൻസ്റ്റ് മറാഠ, ചെഫ്റ്റിയൻ, ശിവാജി വെർ ഇനീഷ്യലി സക്സസ്ഫുൾ. അപ്പോൾ അവിടുത്തെ ലീഡറായിരുന്നു നമ്മുടെ ശിവാജി, ഛത്രപതി ശിവാജി. അപ്പോൾ മറാഠ ലീഡർ ശിവാജി ആയിട്ടുള്ള ആദ്യത്തെ യുദ്ധങ്ങളെല്ലാം, ആദ്യത്തെ ക്യാമ്പയിൻസ് എല്ലാം സക്സസ്ഫുൾ ആയിരുന്നു ഇവർ. ബട്ട് ഔറംഗസീബ് ഇൻസൾട്ടഡ് ശിവാജി ഹു എസ്കേപ്ഡ് ഫ്രം ആഗ്രയിൽ വന്ന് എസ്കേപ്പ് ചെയ്ത് പോയ ആ ശിവാജിയെ ഈ ഔറംഗസീബ് ഇൻസൾട്ട് ചെയ്തു. അപ്പോൾ ഡിക്ലെയർഡ് ഹിംസെൽഫ് അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഈ ശിവാജി ഡിക്ലെയർഡ് ഹിംസെൽഫ് ആസ് ഇൻഡിപെൻഡൻറ്റ് കിങ്. ഇൻഡിപെൻഡൻ്റ് ആയ ആ സ്ഥലത്തെ രാജാവാണെന്ന് സ്വയം പ്രഖ്യാപിച്ചു. ഞാൻ ഈ സ്ഥലത്തെ, എൻ്റെ രാജ്യത്തെ, എൻ്റെ സ്ഥലത്തെ രാജാവാണെന്ന് സ്വയം, മഹാരാഷ്ട്ര സൈഡിൽ അവിടുത്തെ രാജാവാണ്, ഇൻഡിപെൻഡൻറ്റ് കിങ് ആണെന്ന് സ്വയം പ്രഖ്യാപിച്ചു. ആൻഡ് റെസ്യൂംഡ് ഹീസ് ക്യാമ്പയിൻസ് അഗെയിൻസ്റ്റ് ദ മുഗൾസിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് വാർ അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ തുടങ്ങി. ആൻഡ് പ്രിൻസ് ഇതാണ് നമ്മുടെ ആരാണ്? ഔറംഗസീബാണിത്. ഔറംഗസീബിൻ്റെ മകൻ ആയ പ്രിൻസ് അക്ബർ, നേരത്തെ ഉണ്ടായിരുന്ന അക്ബർ അല്ല, ഇത് പ്രിൻസ് അക്ബർ, രാജകുമാരൻ അക്ബർ, ഈ ഔറംഗസീബിൻ്റെ മകൻ റിബൽഡ് അഗെയിൻസ്റ്റ് ഔറംഗസീബ്. അതായത് ഔറംഗസീബ് ചെയ്ത് തന്നെ ഔറംഗസീബിൻ്റെ മകന് ഇപ്പോൾ തിരിച്ചു ചെയ്യുന്നു. എല്ലാ വിധത്തിലും നമുക്ക് ഈ പാറ്റേൺ കാണാൻ പറ്റും. ഇപ്പോൾ പ്രിൻസ് അക്ബർ റിബൽഡ് അഗെയിൻസ്റ്റ് ഔറംഗസീബിന് അഗെയിൻസ്റ്റ് ആയിട്ട് കലാപം ചെയ്യാൻ തുടങ്ങി, എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. ആൻഡ് റിസീവ്ഡ് സപ്പോർട്ട് ഫ്രം മറാഠാസ്. അവിടുത്തെ മഹാരാഷ്ട്രയിലെ അവർ എല്ലാം എഗെയിൻസ്റ്റ് ആണല്ലോ ഓൾറെഡി ഔറംഗസീബുമായിട്ട്. എന്താണെന്ന് പറഞ്ഞാൽ അവർ ഇൻസൾട്ട് ചെയ്തു അവരുടെ ലീഡറിനെ, അവരുടെ ശിവാജിയെ, നേതാവിനെ. ഇപ്പോൾ മറാഠാസ് ആൻഡ് ദ ഡക്കാൻ സുൽത്താനേറ്റ്, ഡക്കാനിലെ സുൽത്താനേറ്റ് എല്ലാവരും ഈ പ്രിൻസ്, അതായത് രാജകുമാരൻ, അക്ബർ എന്ന രാജകുമാരനെ സപ്പോർട്ട് ചെയ്തു. ഫൈനലി ഫ്ലഡ് ടു, എന്നിട്ട് ഈ രാജകുമാരൻ പ്രിൻസ് അക്ബർ എവിടേക്ക്, സഫാവിദ് ഇറാൻ, അവിടേക്ക് ഓടിപ്പോയി എന്നാണ് പറയുന്നത്. ആഫ്റ്റർ അക്ബർസ് റിബലിയൻ, ഈ അക്ബറിൻ്റെ റിബലിയൻ, മകനായ അക്ബറിൻ്റെ റിബലിയൻ കഴിഞ്ഞിട്ട് ഔറംഗസീബ് സെൻഡ് ആർമീസ് അഗെയിൻസ്റ്റ് ഡക്കാൻ സുൽത്താനേറ്റ്. അവിടെ ആ ഡക്കാനിലെ സുൽത്താൻസ് ആയിട്ട് അവിടെയുള്ള രാജാക്കന്മാരുടെ എഗെയിൻസ്റ്റ് ആയിട്ട് അവരെ യുദ്ധം ചെയ്യാനായിട്ട് ആർമിയെ വിടുകയാണ് ഔറംഗസീബ്. ബീജാപ്പൂർ വാസ് നെക്സ്റ്റ്. അവിടെയുള്ള സ്ഥലമാണ് ബീജാപ്പൂർ. ബീജാപ്പൂരിനെ കീഴടക്കി പിടിച്ചെടുത്തു. ഇൻ 1685, 1685 ബീജാപ്പൂർ പിടിച്ചെടുത്തു. ഗോൽക്കണ്ട നമ്മുടെ ഇപ്പോഴും ഒരു ഫോർട്ടൊക്കെ അവിടെ ഉണ്ട്. ഗോൽക്കണ്ട ആന്ധ്രാപ്രദേശിലെ ഹൈദരാബാദിലുള്ള ഒരു ഇതാണ്. അപ്പോൾ ഗോൽക്കണ്ടയും പിടിച്ചെടുത്തു. 1687 ഗോൽക്കണ്ട പിടിച്ചെടുത്തു. ഫ്രം 1698 ഔറംഗസീബ് പേഴ്സണലി മാനേജ്ഡ് ക്യാമ്പയിൻസ് ഇൻ ദ ഡക്കാൻ എഗെയിൻസ്റ്റ് മറാഠാസ് ഹു സ്റ്റാർട്ടഡ് ഗൊറില്ല വാർഫെയർ. മറാഠാസ് എന്ത് ചെയ്തു? ഒളിപ്പോർ തുടങ്ങി, ഗൊറില്ല യുദ്ധങ്ങൾ തുടങ്ങി. അപ്പോൾ അതിനെതിരായിട്ട് 1698 തുടക്കത്തിൽ അതുതൊട്ട് ഔറംഗസീബ് പേഴ്സണലി ഈ യുദ്ധങ്ങൾ നയിക്കാൻ തുടങ്ങി. ഈ ഡക്കാനിലെ മറാഠാസ് അവർ ഒളിപ്പോർ തുടങ്ങി. അപ്പോൾ അവർക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ ഔറംഗസീബ് തന്നെ സ്വന്തം പേഴ്സണലി യുദ്ധങ്ങൾ നയിക്കാൻ തുടങ്ങി. ആൻഡ് ഔറംഗസീബ് ഓൾസോ ഹാഡ് ടു ഫേസ് റെബലിയൻ ഇൻ നോർത്ത് ഇന്ത്യ ഓഫ് ദ സിഖുകാരുടെയും ജാട്ടൊക്കെ ഇപ്പോഴുള്ള ഒരു സമുദായങ്ങളാണ്. ജാട്ടുകളും പിന്നെ സത്നാമീസും
സത്നാം എന്ന് പറഞ്ഞ ഗ്രൂപ്പും അതുപോലെ തന്നെ ജാട്ടിൻ്റെ ഗ്രൂപ്പും സിഖുകാരുടെ ഗ്രൂപ്പും അവരെല്ലാവരും ഈ മുഗൾസിൻ്റെ എഗെയിൻസ്റ്റ് തന്നെ ആയിരുന്നു. അവരും കലാപങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. അതും ഫേസ് ചെയ്യേണ്ടി വന്നു ഔറംഗസീബിന്. ആൻഡ് ഇൻ ദ നോർത്ത് ഈസ്റ്റിൽ നമ്മൾ പറഞ്ഞു അവിടെ ആരാണ് അഹോംസ് ഉണ്ട്. അവരും ഇവർക്ക് ഈ ഔറംഗസീബിന് എഗെയിൻസ്റ്റ് ആയിട്ട് കലാപങ്ങൾ നടത്തുന്നു. ആൻഡ് ഇൻ ദ ഡെക്കാനിൽ ആരാണ്? ഡെക്കാനിൽ മറാഠാസ് അവർക്ക് എഗെയിൻസ്റ്റ്. അപ്പോൾ എല്ലാ സ്ഥലത്തുനിന്നും പല സ്ഥലത്തുനിന്നും കലാപങ്ങൾ നേരിടേണ്ടി വന്നു നമ്മുടെ ഔറംഗസീബിന്. ആൻഡ് ഹിസ് ഡെത്ത് വാസ് ഫോളോഡ് ബൈ സക്സഷൻ കോൺഫ്ലിക്റ്റ് എമംഗ് ഹിസ് സൺസ്. അവരുടെ മക്കളിൽ ഈ ഔറംഗസീബിൻ്റെ മക്കളുടെ ഇടയിൽ ഈ ഔറംഗസീബ് മരിച്ചു കഴിഞ്ഞപ്പോൾ ആരായിരിക്കും റൂളർ എന്ന ഒരു കോൺഫ്ലിക്റ്റ് കാരണം എന്താണ് ഒരുപാട് നാശനഷ്ടങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഔറംഗസീബ് അങ്ങനെ മരിക്കുകയാണ്. ദർ വാസ് എ സക്സഷൻ കോൺഫ്ലിക്റ്റ് എമംഗ് ഹിസ് സൺസ്. അയാളുടെ മക്കളുടെ ഇടയിലും ആരാവും അടുത്ത രാജാവ്, എംപറർ എന്നുള്ളതിൻ്റെ തർക്കവും തല്ലുമടിയൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ടേബിളിൽ നമ്മൾ നോക്കിയത്. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്തൊക്കെ നോക്കിയൊന്നൊന്ന് ഓടിച്ച് നോക്കാം. കുറച്ച് ലെങ്തി ആയിരുന്നത്. മുഗൾ എംപയർ ആദ്യം ബാബർ 1526 മുതൽ 1530 വരെ ബാബറിൻ്റെ കാലം കഴിഞ്ഞിട്ട് വന്നാണ് ഹുമയൂൺ 1530 തൊട്ട് 40 വരെ. അതിൻ്റെ ഇടയിൽ ഷേർഖാൻ തോൽപ്പിച്ചു. അങ്ങനെ ഇയാൾക്ക് രക്ഷപ്പെടേണ്ടി വന്നു, ഓടിപ്പോണ്ടി വന്നു. പിന്നെയും 1555 നമ്മുടെ സഫാവിദ് ഷാ അവിടെ നിന്നുള്ള അയാളുടെ ഹെൽപ്പും കൂടി എടുത്തിട്ട് 1555 പിന്നെയും തിരിച്ചു പിടിക്കുകയാണ്. ഷേർഖാനെ തോൽപ്പിച്ച് പിന്നെയും തിരിച്ചു പിടിച്ചു. പക്ഷേ ഒരു കൊല്ലത്തിനുള്ളിൽ അയാൾ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു ബിൽഡിങ്ങിനുള്ളിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്ന ആളാണ് അക്ബർ. 1556 തൊട്ട് 1605 വരെ അക്ബർ ഭരിച്ചു. അക്ബറിന് ആദ്യം 13 വയസ്സുണ്ടായിരുന്നുള്ളൂ ആ എംപറർ ആയപ്പോൾ. പിന്നെ 3 കാലഘട്ടങ്ങളിൽ അതിനെ അക്ബറിൻ്റെ പീരീഡിനെ നമ്മൾ ഡിവൈഡ് ചെയ്തു, അതിന് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ അക്ബറിൻ്റെ മകൻ ജഹാംഗീർ വന്നു. 1605 മുതൽ 1627 വരെ ജഹാംഗീർ ഭരിച്ചു. അത് കഴിഞ്ഞിട്ട് വന്നതാണ് ജഹാംഗീറിൻ്റെ മകൻ ഷാജഹാൻ. 1627 മുതൽ 1658 വരെ ഷാജഹാൻ ഭരിച്ചു. ഷാജഹാൻ കഴിഞ്ഞിട്ട് വന്നതാണ് ഈ ഔറംഗസീബ് 1657 മുതൽ 1707 വരെ മുഗൾ എംപയർ ഭരിച്ചു. പിന്നെ ഇനി വരുന്ന കാര്യങ്ങൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ നോക്കാം. മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.